ഹായ് കൂട്ടുകാരെ, ഷിജു ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൂട്ടുകാരിൽ ഒരാൾ ഇട്ടായിരുന്നു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ. ദോശയുടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണമെന്നും പറഞ്ഞ് 2-3 പ്രാവശ്യം കമൻ്റ് ഇട്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഇടുന്ന കമൻ്റ് ഓരോന്നായിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കൂട്ടുകാരെ കാണിച്ചു തരും. കാരണം അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ക്ഷമിക്കുക തന്നെയല്ല, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കമൻറ്റിലൂടെ. കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ വലിയ ഹാപ്പിയാണ്. എന്ന് ഹാപ്പി തന്നെയാണല്ലേ? അതെ, അതുപോലെ നിങ്ങളും എല്ലാവരും സുഖം തന്നെ. അതെ അതെ. പിന്നെ അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടിനും ഒത്തിരി കമൻറ്റുകളൊക്കെ നമ്മൾ ശരണ്യ സാരി ഉടുത്ത വീഡിയോയിൽ വന്നായിരുന്നു. അതിലൊക്കെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഞങ്ങൾ പിന്നെയും വീഡിയോ ചെയ്യാനുള്ള. കാരണം അതൊക്കെ ശരണ്യക്കൊക്കെ ഒരുപാട് സന്തോഷം. ശരണ്യ കമൻറ്റ് വായിക്കുമ്പോഴൊക്കെ പറയും, കണ്ട ഞാൻ ചെയ്തതിന് നല്ലത് പറഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷം. അതാണ് നിങ്ങൾ തരുന്ന കമൻറ്റുകളൊന്നും ഞങ്ങൾ വിട്ടുകളയത്തില്ല, എല്ലാം വായിക്കും. അതെ, ആദ്യം തന്നെ നിങ്ങളെല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതുകൂടാതെ ശരണ്യ ഈ ചമ്മന്തിപ്പൊടി തന്നെയല്ലല്ലോ, വേറെ എന്തോ ചെയ്യുന്നുണ്ടല്ലോ. കപ്പക്കറിയും ദോശയും ചമ്മന്തിപ്പൊടി, ഇതാണ് ശരണ്യ ചെയ്യാൻ പോണത്. കാപ്പിയുടെ അതെ, ഇന്ന് ഞങ്ങളുടെ രാവിലത്തെ കാപ്പിയുടെ പരിപാടിയാണ്. അപ്പോൾ ശരി, നമുക്ക് അടുക്കളയിലായിട്ട് പോകാം. നമ്മുടെ അടുക്കളയിലായിട്ട് പോയേക്കാം. ശരണ്യ എന്താണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഞാൻ കപ്പ പൊളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ആദ്യം തന്നെ കപ്പക്കറിയാണ്. കപ്പ കുക്കറിനകത്ത് വെച്ച് വേവിക്കാൻ വെക്കുവാണെങ്കിൽ നമുക്ക് ചമ്മന്തിന്റെ പരിപാടിക്ക് നോക്കാം. ആണല്ലേ? അപ്പൊ എന്നാ ഞാൻ വല്ലതും ചെയ്തു തന്നെ. കപ്പ പൊളിക്കണം. ഇച്ചിരി കപ്പ മതി അല്ലേ കപ്പക്കറിക്ക് ആകുമ്പോ? ഇത്രയും കപ്പ മതി, 2 കപ്പ മതി. കൂട്ടുകാരെ, അച്ഛൻ ഉറമരം പോയിരിക്കാണ്. എല്ലാ വീഡിയോയിലും പറയണ പോലെയൊക്കെ അല്ല, രാവിലെ പോയെന്ന്. പക്ഷെ രാവിലെ പോയി അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ വന്ന് വിളിച്ചിട്ട് അച്ഛന് ഈ സ്ഥലത്തിൻ്റെയൊക്കെ പരിപാടി ഉണ്ടല്ലോ, അപ്പം അതിനൊക്കെ പോയതായിരിക്കണം. രാവിലെയൊക്കെ ഓരോരുത്തരെ കാണാൻ പോയിരിക്കുകയാണ്. അപ്പം കപ്പ പൊളിച്ചിട്ട് കാണിക്കാം. എന്തോ ഈ കപ്പ പൊളിക്കണ കാണുമ്പോഴുണ്ടല്ലോ, ഞാൻ പണ്ട് കാലത്ത് ഇത് പല്ല് വെക്കുവായിരുന്നു. അതെ, ഞാൻ എല്ലാരും വെക്കും. തന്നെയും വെച്ചിട്ടുണ്ട്? ഞാൻ വെച്ചിട്ടില്ല. എന്തോ ഇവിടെ ഇരിക്കും കപ്പത്തുള്ളി. ഇത് കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം. ഇപ്പത്തെ കപ്പയൊന്നും അങ്ങനെ വായി വെക്കാൻ പറ്റത്തില്ല, കാറ്റ് പോകും. കപ്പത്തൊലി കൊണ്ട് പശു ചത്തെന്നൊക്കെ പറയുന്നത്, പിന്നെ വെള്ള കാറ്റ് കൂടെ പോകും. അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തു തന്നെ, ഞാനൊന്ന് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. പിന്നെ കൂട്ടുകാരെ, ഇവിടെ പാത്രം ഇപ്പോണ്ട് എല്ലാരും തെറ്റിദ്ധരിക്കണേ. കൂട്ടുകാരെ, കുക്കറിന്റെ ഇത് വെച്ചാണ് ചെയ്യുന്നത്. പിച്ചാത്തി എടുക്കല്ലോ, ഞാനും കൂടി കൊത്തി വരുമ്പോ കൈ മുറിക്കല്ലേ? വേണ്ട, ഞാൻ കൊത്തിക്കോളാം. വേണ്ടേ? വേണ്ട, കൈ മുറിച്ചിട്ട് എനിക്ക് വേറെ കൂട്ടുകാരെ കൊണ്ടോടാനൊന്നും. എന്നെ ഇങ്ങനെയാണോ കാണുന്നത്? എങ്ങനെ? കൊച്ചായിട്ടാണ്. കൊച്ചു കൊച്ച അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, എന്റെ പ്രായം കണ്ട പറയുക കൂട്ടുകാരെ. ശരണ്യൊക്കെ വരെ മനസ്സിലായി ഞാൻ കൊച്ചാണെന്നുള്ള മനസ്സിലായി. എനിക്ക് 38 വയസ്സ് കഴിഞ്ഞ് എന്നുള്ളത് ആരെങ്കിലും പറയുക? 39ാമത്തെ വയസ്സിലേക്ക് കിടക്കും. ഞാൻ പറയും. അതാണ് നമ്മുടെ ബ്യൂട്ടിയാണ് അല്ലേ? ടോബി, അവനെ ഇറക്കിയില്ല. ഞാൻ പോയി അവനെ ഇറക്കിയേച്ചും വരാവേ. ഞാനിപ്പോ വരാം. ഇറക്കിയ ശരിയാത്തില്ല. ഇപ്പൊ സാധാരണ അച്ഛനാണ് ഇറക്കണത്. ഇന്ന് അച്ഛൻ രാവിലെ പോയ കാരണം ടോബിനെ ഇറക്കാൻ പറ്റും. ഞാൻ ഇറക്കിയിട്ട് വരും. കൂട്ടുകാരെ കണ്ട, ശരണ്യ നല്ല അടിപൊളിയായിട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. അധികം പാത്രമൊന്നും നിരന്നിട്ടില്ല, നിരക്കാൻ പോകുന്നതേ ഉള്ളല്ലേ. നല്ല അടിപൊളിയായിട്ടൊക്കെ നല്ല വൃത്തിക്കൊക്കെയാണ് ഇട്ടിരിക്കുന്നത്.
ദേശരണി ഇതെന്താണ് എടുത്തു വെച്ചിരിക്കുന്നത്? ഒന്ന് പറഞ്ഞു കൊടുത്തേ നമ്മുടെ കൂട്ടുകാരോട്. എന്തേ? ഇത് ഉഴുന്ന്, ആ മല്ലി, ഉഴുന്ന്, മല്ലി, മുളക്, അരി, ഇതെല്ലാം അരിയും വേണം. അരിയും വേണം. അപ്പൊ കൂട്ടുകാരെ ഇതെല്ലാം ഞാൻ ഇന്നലെ ശകലം ഉണക്കിയെടുത്ത കഴുകി ഉണക്കിയായിരുന്നു. കഴുകിയെല്ലാം ഉണക്കിയൊക്കെയാണ് വെച്ചിരിക്കുന്നത് ചമ്മന്തിപ്പൊടിക്ക്. പിന്നെ മുളക് നമ്മൾക്ക് ഉണക്കിയത് ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ സാധനവും ഞങ്ങൾ ഉണക്കിയെടുത്തു. ആണല്ലേ? ആഹാ, നമ്മുടെ അമ്മ വന്നുണ്ട്. ഉണ്ടോ? എന്തായി? ഞാൻ കപ്പ പൊളിച്ചു. അമ്മ ആദ്യം കൂട്ടുകാർക്കൊരു ഹായ് കൊടുത്ത്. ഹായ്, എല്ലാരും കാപ്പി കുടിച്ചാ മക്കളെ? എന്താണ് കാപ്പിക്ക് ഉണ്ടാക്കിയത്? കമന്റ് ചെയ്യണം കാപ്പിക്ക് ഉണ്ടാക്കുന്ന സാധനം. ഇന്ന് കൂട്ടുകാരെ രാവിലത്തെ വീഡിയോ തന്നെ ചെയ്യാന്ന് വെച്ച്. ഇവിടെ കാപ്പിയൊന്നും ആയില്ല, ആക്കാൻ പോണതേ. അതെ അതെ താമസിച്ചു കൂടി. അതെ, അത് ഞങ്ങൾ വീട്ടിലൊക്കെ ആലോചിച്ച് അവിടെ ഇരുന്ന് പോയി. അത് കാരണം കൂട്ടുകാരെ ഉള്ളതായിട്ട് പറഞ്ഞു ശരണ്യ. ഇന്നെന്ത് വീഡിയോ ചെയ്യണമെന്നോർത്ത് ഓർത്ത് രാവിലത്തെ കാപ്പിയുടെ തന്നെ ആയിക്കോട്ടെ. നമ്മളങ്ങനെ മറച്ചു വെക്കണം, സത്യമായിട്ട് പറഞ്ഞിട്ട്. അതെ അതെ അതെ. അപ്പൊ ഇനി ഈ കപ്പ വേവിക്കാൻ വെച്ചിട്ട് ബാക്കി മറ്റേ തുടങ്ങുള്ളൂ. ആവുമല്ലേ? പിന്നെന്താ, എനിക്കാണെ വിശപ്പിന്റെ വിളി തുടങ്ങി. എന്നാ രണ്ടുപേരും കൂടി ചടപടേന്ന് ചെയ്ത്. ശരണ്യ, എന്തായി നമ്മുടെ ഏതാ? വറുക്കാൻ പോണു. ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൂട്ടുകാരെ പരിചയപ്പെടുത്തിയെന്നല്ല. ഇന്ന സാധനങ്ങൾ. പിന്നെ വെളിച്ചെണ്ണ വേണം അല്ലേ? ഇത് പൊടിക്കാൻ പോയി. പൊടിച്ച് കഴിയുമ്പോ നമുക്ക് വേണ്ടി അത്ര എടുത്ത് കഴിച്ചാൽ മതി. ബാക്കി വേണമെങ്കിൽ കുപ്പിക്കകത്ത് വെച്ചാൽ മതി. കുറെ നാൾ ആവശ്യത്തിനെടുത്ത് എണ്ണ ചേർത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് എന്നാ തോന്നുന്നു. നമുക്കിപ്പോ വളക്കാം. അതെ അതെ. എല്ലാം ഇടുന്നില്ലേ? അമ്മയാണെങ്കിൽ ഇവിടെ അത് തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ സൗണ്ട് കേൾക്കുന്നത്. കപ്പക്കുള്ള തേങ്ങ ചിരണ്ടി കൊടുത്തോണ്ടിരിക്കുകയാണ്. രണ്ടടുപ്പയിലായിട്ട് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരണ്യ. അപ്പൊ കൂട്ടുകാരെ, അരി ഒന്ന് പൊട്ടി തീരുന്നാലേ നമുക്ക് ഉഴുന്നിടാറൊക്കത്തുള്ളൂ. അത് കഴിയുമ്പോ മല്ലി ഇടണം. അത് കഴിയുമ്പോ ഉണക്കമുളക് ഇടണം. ഇതിപ്പോ അരി പൊട്ടണം അല്ലേ? അരി പൊട്ടണം. കൂട്ടുകാരെ, അരിയുടെ കൂടെ 1-2 ഉഴുന്ന് വീണിട്ടുണ്ട്. അത് ഇവത്തിന് വീണ് പാത്രം ചരിച്ചപ്പം അത് സെപ്പറേറ്റ് എടുത്ത് വെച്ചിരുന്നെങ്കിൽ ശരിയല്ലാമായിരുന്നു. ഒറ്റ പാത്രം നിർത്തിയാ പോരെ? നമുക്ക് കൊറേ പാത്രം നിർത്തേണ്ട കാര്യം ഉണ്ടോ? അതുകൊണ്ടാണ് ലാഭിച്ചതാണ് പാത്രം കഴുകി. കൂട്ടുകാരെ കണ്ട അരിയൊക്കെ നല്ല ചുമന്ന ഒരു അല്ലേ, അരി വറുത്ത പരുവായി. പിന്നെ നമ്മുടെ മല്ലിയല്ല ഉഴുന്നിട്ടോണ്ടിരിക്കുകയാണ് ശരണ്യ. ഇനി ഉഴുന്നും ഇതുപോലെ വറുത്തു തന്നെ അല്ലേ? അങ്ങനെ ഉഴുന്നു കൂടി അതിന്റെ കൂടെ ഇട്ട് ശരണ്യ ഇളക്കാൻ തുടങ്ങി. എപ്പോഴും നമ്മൾ തീ കുറച്ചേ വെക്കാവുള്ളൂ, കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. അതെ അതെ. എന്തായി ശരണ്യ? അപ്പൊ കൂട്ടുകാരെ, ഉഴുന്ന് മൂക്കുമ്പോ നല്ല ഒരു മണം വരും. മൂത്തേന്റെ അപ്പൊ അത് കഴിയുമ്പോ പിന്നെ മല്ലി ഇട്ട് ഉണക്കമുളക്. അമ്മ വന്നല്ല. അമ്മ വന്നു. അമ്മയുടെ ചമ്മന്തിപ്പൊടി കേട്ടെ. ഇത് അമ്മയാണ് ശരണ്യനെ പഠിപ്പിച്ചത് അല്ലേ? പണ്ടമ്മ എനിക്ക് സ്കൂളിൽ പോകാൻ നേരത്തൊക്കെ ഇതുപോലെ ഇണക്കി തരും. ഇതൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് സ്കൂളിൽ. എല്ലാവർക്കും ഈ ചമ്മന്തിയായിരുന്നു ഇഷ്ടം. അതെ അതെ. അമ്മ ഒരു ടിന്നി കുറെ ഇണക്കി വെച്ചേക്കും. അതെ. എന്തായി? നമുക്ക് ഉണക്കമുളക് ഇടാം. ഉണക്കമുളക് ഒന്ന് കരിഞ്ഞു വരണം. അല്ലപ്പം
ഇടണ്ടേ? മല്ലി ഏറ്റവും ലാസ്റ്റ്. മല്ലിക്ക് ഇച്ചിരി മൂപ്പ് കുറവാ. ആണോ? കണ്ട കൂട്ടുകാരെ, അമ്മ അതേ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചേച്ചു. അമ്മ ശരണ്യ കാരണം അമ്മ പഠിപ്പിച്ചത് മകൾ അതുപോലെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ചെയ്യണുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാചകങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ? അമ്മക്കറിയാൻ മേലാത്ത ശരണ്യ പറയും. അതെ, കൂട്ടുകാരെ അറിയാലോ, അമ്മ സാരിയൊക്കെ ഉടുപ്പിച്ചു കൊടുത്തതൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ല. തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാം. അറിയാലോ കൂട്ടുകാരെ, നമ്മൾ ഓണത്തിനൊക്കെ ഒത്തിരി ഡ്രസ്സൊക്കെ എടുത്ത കാരണമാണ് ഇപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ എടുക്കാത്തത്. നമ്മൾ എടുക്കുമ്പോൾ ഇച്ചിരി എടുത്ത് വെച്ചും, പിന്നെ അല്ലാതെ നമ്മൾ എപ്പോഴും എന്നാണ് ജനുവരി 10 കൂട്ടുകാരോട് നേരത്തെ ഒന്ന് പറഞ്ഞു തരും എന്താണെന്ന്. ജനുവരി 10 അപ്പൊ നമുക്ക് ഇനിയും കിടക്കണം, 1 മാസം ചില്ലറ കിടക്കുന്നു അല്ലേ? 2 മാസം എന്ന് തന്നെ പറയാം. 10-ാം തീയതി അല്ലേ ആയുള്ളൂ കറക്റ്റ് 2 മാസം. മല്ലി പെശയിൽ പോയി. അപ്പൊ ഇനി അത് മൂത്ത് വരട്ടെ കേട്ടാ. അപ്പൊ കൂട്ടുകാരിതെല്ലാം മൂത്തിന് നമുക്കൊരു പാത്രത്തിലോട്ടാക്കണം. കണ്ടത് അല്ല, ഒന്ന് കൂട്ടുകാരെ കാണിച്ചു കൊടുക്കട്ടെ മൂത്തത്. കണ്ട പാത്രത്തിൽ വേണം. പിന്നെ ഇനി ഇതാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാരും ഓർക്ക് മറ്റേ തേങ്ങ പൊടിച്ച ചമ്മന്തിയാണ് ഓർത്തെന്ന് തോന്നുന്നു. തേങ്ങ ചമ്മന്തി വേറെ ഉണ്ട്, അത് വേറെ ഉണ്ട്. തേങ്ങ ഇതുപോലെ വറുത്ത് അത് ഇനി ഒരു ദിവസം നമ്മൾ അത് ഭക്ഷണത്തിന്റെ കൂടെ, ചോറിന്റെ കൂടെ. പിന്നെ ഓരോരുത്തര് ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളേർക്ക് അത് ചമ്മന്തിപ്പൊടി വേറെ, ഇത് ദോശയുടെ ചമ്മന്തിപ്പൊടി. പിന്നെ അതിന് കൊപ്പറ തേങ്ങ ആയാലെങ്കിൽ സൂപ്പർ മറ്റേ അല്ലേ? അപ്പൊ 2 ചമ്മന്തി തമ്മിൽ പെശകരുത് അല്ലേ? ഇത് ഉഴുന്ന ചമ്മന്തി, തേങ്ങ ചമ്മന്തി. അല്ല, ഇത് ദോശയുടെ ചമ്മന്തിപ്പൊടി, മറ്റേത് ചോറിനുള്ള ചമ്മന്തിപ്പൊടി. അതെ അതെ അതെ. അപ്പൊ കൂട്ടുകാരെ, ഇതൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വന്നിട്ട് പൊടിച്ചിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കൂട്ടുകാരെ, നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട്. വണ്ടി വന്ന സൗണ്ട് കേട്ടായിരുന്നു. അച്ഛൻ നമ്മുടെ വണ്ടിയിലല്ല പോയത്, വേറൊരു കൂട്ടുകാരൻ്റെ കൂടെ വണ്ടിയിലാണ് പോയത്. അച്ഛൻ വരാൻ കാത്തിരിക്കും. പറഞ്ഞോ. അതെ അതെ, അച്ഛൻ ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോ ചെയ്തേക്കാന്ന് ഓർത്ത്. അപ്പൊ ഇന്ന് രാവിലെ നമ്മുടെ കൂട്ടുകാർ കുറേ പേര് ചോദിച്ചായിരുന്നു ദോശപ്പൊടി ഇണക്കണതും, ദോശയുടെ ചമ്മന്തിപ്പൊടി, ദോശപ്പൊടിയല്ല ദോശയുടെ ചമ്മന്തിപ്പൊടി, പിന്നെ രാവിലത്തെ നമ്മൾ ചെയ്യുന്ന രാവിലത്തെ കാപ്പിക്കുടിയുടെ ഇതൊക്കെ കാണിക്കാമെന്ന്. അപ്പം അച്ഛൻ വന്ന് ഡ്രസ്സൊക്കെ മാറിയച്ചും വണ്ടി അത് നമ്മുടെ കണ്ണൻ കൊണ്ടുവന്ന് വെച്ചതാണ്. അതെ, കണ്ണൻ ഇവിടെയുണ്ട്. പിന്നെ എന്നാ ബാ അകത്തോട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറി വാ. അവിടെ ശരണ്യ അമ്മയും പാചകത്തിലാണ്. ബാ ബാ കേറ്. കൂട്ടുകാരെ, ഞാൻ പറയാൻ, അത് ചമ്മന്തി അല്ല, ചമ്മന്തിപ്പൊടി ഇണക്കിയാണ്. ഇതെല്ലാം കൂടി പൊടിച്ചിട്ട് ചമ്മന്തിപ്പൊടി. അത് ഇന്നലെ നമ്മുടെ ഒരു ഇതില് ചമ്മന്തി ഇട്ടുണ്ടായിരുന്നു, ചമ്മന്തിപ്പൊടി കാണിക്കണം. അതിനാണ് ശരണ്യ അത് രാവിലെ. പിന്നെ ഞാൻ അച്ഛനായിട്ട് വന്നപ്പോഴേ പറഞ്ഞില്ലേ ഇന്ന് നമ്മൾ ചമ്മന്തിപ്പൊടിയാണ് പറഞ്ഞു. അപ്പൊ ഞാൻ ശരണ്യോട് ചോദിച്ചാണ് ചമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ക്ലിക്കായില്ല. കൂട്ടുകാരെ, ഞാൻ ആദ്യം തന്നെ പറയാനിരുന്നു അച്ഛൻ്റെ വന്നപ്പോഴേ അടുക്കളയിലായിട്ടാണ് കയറി വന്നത്. കാപ്പി കുടിക്കാൻ ഇച്ചിരി താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇണക്കണകൊണ്ടാണ് താമസം വന്നത്. പിന്നെ അച്ഛൻ വരാൻ ഞങ്ങളും വെയിറ്റിംഗിലായിരുന്നു. ആയിക്കോട്ടെ, നല്ല കാര്യം. എന്നാലും
നിങ്ങൾക്കും വിശക്കണുണ്ടല്ലോ. ഞങ്ങൾക്ക് പക്ഷേ രാവിലെ വേണ്ടിയതാ താമസിച്ചു വരും. അപ്പൊ ഞാൻ ഇത് അരച്ചോണ്ട് വരാം. അപ്പൊ അതെല്ലാം ഇട്ടെന്ന് കാണിച്ചു കൊടുത്തേരും കൂട്ടുകാരെ. ഞാൻ അച്ഛനുമായിട്ടുള്ള വർത്താനം എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം ഇട്ടിട്ടുണ്ട്. പൊടിച്ചാകുമ്പോ ഇച്ചിരി കാണത്തുള്ളൂ കേട്ടോ. അത് കുഴപ്പമില്ല മതി, അത് മതി. നമ്മള് ഒത്തിരി നമ്മള് 4 പേരല്ലേ ഉള്ളു. ഇതിപ്പോ കണ്ണപ്പന് വന്നിട്ടുണ്ട്. അതെ അതെ. അവൻ കണ്ണപ്പനെ കൂടി ഉൾപ്പെടുത്തി കണ്ണപ്പനിപ്പൊ പോകും, കോളേജിൽ പോകും. അവൻ കോളേജിൽ പോകും. തയ്യാറെടുപ്പിലല്ലേ. അതെ കൂട്ടുകാരെ, ഇതേ ഒരാളിവിടെ ഇത് പൊടിച്ച്, ഇതേ ഒരാളിതേ കപ്പൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ അമ്മ. കപ്പയൊക്കെ അതേ വെന്ത് വരുന്നു അല്ലേ? വെന്ത് തീർന്ന് നന്നായിട്ട് വെന്താ? ആ വെള്ളം ഊറ്റിച്ച് ഒന്നുകൂടി വെക്കണം അല്ലേ? ആ ഞാൻ കാണിച്ചു ആ ചമ്മന്തി പൊടി കണ്ട കണ്ട കൂട്ടുകാരെ, ഇതാണ് ചമ്മന്തിപ്പൊടി. അതൊരു പാത്രത്തിലായിട്ട് മാറ്റി, എന്നിട്ട് ഒരു തുള്ളി എണ്ണ ചാലിച്ച് കാണിക്കണേ. ആ കൂട്ടുകാരെ, ഇതാണ് ശരണ്യ ഇണക്കിയ ദോശയുടെ ചമ്മന്തിപ്പൊടി. കണ്ട എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ കൊടുത്തിട്ടിടാം. ആ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കൂട്ടുകാരെ ഈ പാത്രത്തിൽ അല്ലേ? അപ്പൊ ഇനി അതിലാട്ട് ഇടിയാണ്. ഒരു സ്പൂൺ എടുത്തേ അമ്മേ. അടിപൊളി ചമ്മന്തിപ്പൊടി ആക്കിയിട്ടുണ്ട്. അതിന് ആവശ്യത്തിനുള്ള ഉപ്പിടും നമ്മള്. ഇപ്പോഴത്തെ ആവശ്യത്തിനുണ്ട്. ഉപ്പിട്ടിട്ടില്ല, ആവശ്യത്തിന് അന്നാലും ചേർക്കുകയാണല്ലേ? നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതി. അതെ കണ്ടാ കൂട്ടുകാരെ, അതെ ഇങ്ങനെ ചാലിച്ചെടുക്കണം. ഒത്തിരി എണ്ണയൊന്നും നമ്മൾ ചേർക്കുകയല്ല, കാരണം എണ്ണ ഒഴിച്ചെന്നാൽ ഇത് ഇച്ചിരി ലൂസായിട്ട് കിടക്കും അല്ലേ? ഒരു ചെറിയൊരു ലൂസ് മതി അല്ലേ? അതെ അതെ, അടിപൊളിയാണ് അടിപൊളിയാണ്, സൂപ്പർ. ഞാൻ തന്നെയാണ് കൂട്ടുകാരെ ഇന്ന് ടേസ്റ്റ് ചെയ്യണം. എപ്പോഴും അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയണ ഞാൻ ഇന്ന് ചോദിച്ചു മേടിച്ചു. കൊള്ളാം കൊള്ളാം കൊള്ളാം, അടിപൊളി, സൂപ്പർ, അടിപൊളിയാ. അപ്പം ശരി, അപ്പം ചമ്മന്തി റെഡിയായി. കപ്പക്കറിയുടെ വീഡിയോ അല്ലേ? രണ്ടാമത് ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടും രണ്ടാമത് വേവിക്കണം. ഓക്കെ, റെഡിയേ. ദോശയിലിടാൻ തുടങ്ങിയ? ആഹാ, ദോശയൊക്കെ ചുട്ട് വെച്ചാ? എനിക്ക് ഇച്ചിരി കനം കുറഞ്ഞ ദോശയാണ് ആദ്യം. കുക്കർ ഒന്നും സമ്മതിക്കാനില്ല. കുക്കറൊന്നും നമ്മളെ കൊണ്ട് പറയാൻ സമ്മതിപ്പിക്കുന്നില്ല. അപ്പം എനിക്കായതുകൊണ്ട് കനം കുറഞ്ഞ ദോശയാണ് ചുട്ടോണ്ടിരിക്കുന്നത്. അച്ഛനൊക്കെ നല്ല കട്ടിയുള്ള ദോശ. ആ, ഇനി ഇത് ആർക്കാണ്? അച്ഛനാണ്. അച്ഛന്. പക്ഷെ അച്ഛനുള്ള കാര്യമുണ്ട്, ഇച്ചിരി ചൂടോടെ വേണം ദോശ. ആ, ചുട്ടി ചുട്ടി ചുട്ടുണ്ട്. അപ്പൊ ഒരെണ്ണം ഇത് ചുടും, എന്നിട്ട് ഒരെണ്ണം നൈസുള്ളത്. ആ, അങ്ങനെയാണ് ശരണ്യ ദോശ ചുട്ടോണ്ടിരിക്കുന്നത്. രാവിലെ ഞങ്ങൾക്ക് അങ്ങനെ ദോശയും കപ്പക്കറിയും ചമ്മന്തി, പിന്നെ നമ്മുടെ കട്ടൻ കാപ്പി. ആ അതെ അതെ, കട്ടൻ കാപ്പി ഇല്ലാതെ പരിപാടിയുണ്ടോ? അതെ അതെ. ആ മറിക്കണം. എന്താ ഞാൻ മറിക്കാൻ നോക്കിയാൽ അങ്ങനെ ശരിയായില്ല, കീറിപ്പോവും. ഞാൻ എല്ലാ ദിവസവും അടുക്കളയിൽ വന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് വേണ്ട, ഞാൻ നോക്കിയാൽ കീറിപ്പോവും. വേണ്ട വേണ്ട, ശരണ്യ ചെയ്യണ പോലെ ഞാൻ ചെയ്താൽ വരുവാ. ഇനി ഒരെണ്ണം വീതിയുള്ളത്, മറ്റേ കനം കുറഞ്ഞത് ചെയ്തേ. അതിനെ പിടിച്ചിരിക്കണൊക്കെ തോണ്ടി ദൂരെ എറിഞ്ഞ ആദ്യം. ദോശക്കടയിലൊക്കെ ഇങ്ങനെ മേലാട്ട് പൊക്കണ പോലെയൊക്കെയാണ് ചെയ്യുന്നത്. ആണല്ലേ? ഇതാണ് നൈസ് ദോശ അല്ലേ? കനം കുറച്ചത്. ആ മതി മതി മതി, വലിയ വട്ടം വേണ്ട. നമ്മൾ നെയ് റോസ്റ്റ് ഒന്നും ഇണക്കുന്നില്ല. വേണ്ട വേണ്ട, അറിയാല്ല, ഞാൻ കഴിയാവുന്ന എണ്ണപ്പലഹാരവും നെയ്യോ ഒന്നും അധികം കഴിക്കാറില്ല എൻ്റെ ഫുഡിൽ.
പെട്ടെന്ന് മറിക്കാൻ പറ്റിയല്ലേ? അപ്പൊ ദോശ എല്ലാം ചുട്ടിട്ട് കൂട്ടുകാരെ കാണിക്കാം അല്ലേ? കപ്പക്കറിയുടെ മൊത്തം ചൂടുന്നില്ല. അല്ല കപ്പക്കറിയുടെ വീഡിയോയിലേക്ക് പോകാം. കുട്ടികളെ ഞാൻ ഇച്ചിരി കൂടെ പൊടിയിട്ട് ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ എടുത്ത് കണ്ടോ ഈ പരിവാക്കി അല്ലേ? ഈ പരിവാക്കി. പക്ഷെ എനിക്ക് തോന്നി ഇച്ചിരി കട്ടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് ഇച്ചിരി പൊടിയും കൂടെ ഇട്ട് കണ്ട. ഇതാണ് അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി സെറ്റായി. തന്നെയാ എന്തോ കപ്പക്കറി എവിടം വരെ? കപ്പയ്ക്ക് കുറച്ച് അരപ്പ് ചേർത്തല്ലേ? ചേർത്തപ്പോഴാണ് അങ്ങോട്ട് പോയത്. ഞാൻ അറിഞ്ഞില്ല അരപ്പ് ചേർത്തത്. അത് കൂട്ടുകാരെ കാണിക്കേണ്ടതായിരുന്നു. ഇനി ഞാൻ കപ്പ മറന്നുപോയി. നല്ലത് വെക്കുമ്പോ കാണിച്ചു തരാം. ഇതേണ്ട അരപ്പ് ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ കപ്പക്കറിക്കുള്ളത്. ഉടച്ചെടുക്കട്ടെ. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം അല്ലേ? ഉടച്ചെടുക്കാം, അത് കാണിച്ചു തരാം. കൂട്ടുകാരെ ആ നേരത്തെ അമ്മ ദോശ ചുടാനായിട്ട് പോയി. കപ്പക്കറി ഒന്ന് കോരി കാണിച്ചു. അടിപൊളിയായല്ല, സൂപ്പർ കപ്പക്കറിയായി. കണ്ടാ കൂട്ടുകാരെ? അപ്പൊ അങ്ങനെയൊക്കെ ദോശയുടെ കൂടെ എണ്ണ ഒഴിക്കണം ആണല്ലേ? അല്ലെങ്കിൽ പച്ചരപ്പ് ചോദിക്കാം. ഇത് നമ്മള് ചൂടാക്കാനും കൂടെ അടുപ്പ വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇനി അപ്പൊ നമുക്ക് ഇപ്പൊ ദോശയായി, കപ്പക്കറിയായി, ചമ്മന്തിയായി. അപ്പൊ ഇനി നമുക്ക് കഴിക്കാം അല്ലേ? കഴിക്കാം. രാവിലത്തെ കാപ്പൂടി കഴിക്കാൻ പോണതുണ്ട്. ഇച്ചിരി താമസിച്ച് ഇന്ന് ദോശയാണ്, അതെ, കപ്പക്കറി ഉണ്ട്, പിന്നെ ഫ്രഷായിട്ടൊരു ചമ്മന്തി കൂടി ശനി ഇണക്കിയിട്ടുണ്ട്. അപ്പൊ കാണിച്ചു. അപ്പൊ നിങ്ങളെല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചാ? അതെ, നിങ്ങളൊക്കെ കഴിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെ. അപ്പൊ ചമ്മന്തി എടുക്കാം. കണ്ടാ ചമ്മന്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കപ്പക്കറിയും കൂടി ഒരു സൈഡിലായിട്ട് അച്ഛനും കൂടി നോക്കി നിൽക്കുകയാണ്. അമ്മയും ഞാനും കൂടി ചൂട് ദോശ വേണം, അതുകൊണ്ട് ഞാൻ ദോശ ചുട്ടുണ്ട്. ചൂട് ദോശ ചുട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിച്ചോ? ചമ്മന്തി ഒന്ന് കാണിച്ചത് തേച്ചത് ചമ്മന്തി മുക്കണം. നോക്കിയിട്ട് നമ്മളെ കപ്പയും കൂടെ ഇങ്ങനെ വെച്ച് നല്ലായിട്ട് നൂറിട്ടണം. കണ്ടാ നൂറിട്ട് നിങ്ങൾക്ക് വേണം? അതെ, അപ്പൊ ഞാൻ കഴിക്കാൻ പോവാം. ആണല്ലേ? ഞാൻ കപ്പക്കറി എടുത്ത് കപ്പക്കറി ഇഷ്ടമാണ്. ശനിയുടെ ഫിഷിൽ ചമ്മന്തി ഞാൻ ഇങ്ങനെ എടുക്കുന്നു. അതെ, കൂട്ടുകാരെ ഓർക്കരുത് ഞാനും അമ്മയും കഴിക്കുന്ന കാണിച്ചില്ലല്ലോ. പക്ഷെ അതെ, അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വലിയ വീഡിയോ. വലിയ വീഡിയോയാക്കി. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ മറക്കരുത് കേട്ടാ. ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടനെ നെക്കിയേക്കുക. ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമന്റുകളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കണേ. അതെ, വളരെ സന്തോഷം. അപ്പൊ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത്. അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.